വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി കോൺഗ്രസ് നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് നിർവഹിച്ചു. പ്രകൃതിയുടെ താണ്ഡവത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയത് കണ്ട് താൻ വിറങ്ങലിച്ചു പോയെന്ന് അദ്ദേഹം പറഞ്ഞു. മനോഹരമായ മലനിരകൾ നിമിഷനേരം കൊണ്ട് ദുഃഖത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയെങ്കിലും വയനാട്ടിലെ ജനത തങ്ങളുടെ ആത്മവീര്യവും ധീരതയും കൈവിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം ദുരന്തമുഖത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന് സഹജീവികളെ കരുതാനുള്ള വയനാടിന്റെ മനസ്സിനെ അദ്ദേഹം പ്രശംസിച്ചു. ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നാണെന്നും ആ ഉണങ്ങാത്ത മുറിവുകൾ വിട്ടുപോകില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ അതിജീവനത്തിന്റെ ഈ പാതയിൽ വയനാട്ടിലെ ജനങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരുമുണ്ട് എന്ന സന്ദേശമാണ് ഈ ചടങ്ങിലൂടെ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലെ ജനങ്ങൾ തന്റെ കുടുംബാംഗങ്ങളെ പോലെയാണെന്നും എപ്പോഴെല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തങ്ങളെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സാങ്കേതിക കുരുക്കുകളും നൂലാമാലകളും കാരണമാണ് ഈ പദ്ധതി തുടങ്ങാൻ ഇത്രയും കാലതാമസമെടുത്തതെന്ന് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. എല്ലാ തടസ്സങ്ങളും നീക്കി ഈ ഭവനങ്ങൾ എത്രയും വേഗം അർഹരായവരുടെ കൈകളിലേക്ക് എത്തുമെന്ന ഉറച്ച വിശ്വാസം നേതാക്കൾ പ്രകടിപ്പിച്ചു. 6 മാസത്തിനുള്ളിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കുള്ള ധനസഹായവും ചടങ്ങിൽ കൈമാറി. 40 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് കൈമാറിയത്. 100 വീടുകളിൽ 50 വീടുകളാണ് മേപ്പാടിയിലെ കുന്നംപറ്റയിൽ ആദ്യം നിർമ്മിക്കുന്നത്. 8 സെന്റ് ഭൂമിയിൽ 1041 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. ഒരു നില കൂടി ഭാവിയിൽ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് വീടുകളുടെ രൂപഘടന. ഭൂമി സംബന്ധിച്ച സാങ്കേതിക തടസ്സങ്ങളും സർക്കാർ അനുമതികൾ ലഭിക്കാനുള്ള താമസവുമാണ് പദ്ധതി വൈകാൻ കാരണമായതെന്ന് ചടങ്ങിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വരും മാസങ്ങളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ദുരന്തമുഖത്തെ കൂട്ടായ്മയ്ക്ക് താൻ സാക്ഷിയാണ്. ദുരന്തത്തെ ജനങ്ങൾ ധീരതയോടെ നേരിട്ടു. വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം എക്കാലവും തങ്ങളുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനോടകം ഭവന പദ്ധതി പൂർത്തീകരിച്ച മുസ്ലിം ലീഗിനെ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു. ദുരന്തത്തിന്റെ കാഴ്ചകൾ ഒരിക്കലും മറക്കാനാകുന്നതല്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. വയനാടിനു വേണ്ടി പാർലമെന്റിൽ നിരന്തരം ശബ്ദമുയർത്തി. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ചു. നിങ്ങളുടെ ദുരിതത്തിൽ എക്കാലവും ഞങ്ങളുണ്ടാകും. ദുരിതബാധിതർക്ക് വീടൊരുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ഒരുപാട് കടമ്പകൾ മുന്നിലുണ്ടായിരുന്നു. നിരവധി അനുമതികൾ വേണ്ടിവന്നു. വീട് നിർമ്മാണം ആരംഭിക്കാൻ വൈകിയത് വിഷമിപ്പിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ ധൈര്യം അസാമാന്യമാണെന്നും താൻ ഇവിടെയുള്ള ഓരോ കുടുംബത്തിലെയും അംഗത്തെ പോലെയാണെന്നും വയനാട് എം പി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.